Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics indicated power, friction power, brake power, indicated thermal efficiency, brake thermal efficiency, mechanical efficiency, and volumetric efficiency. നിങ്ങളുടെ സിലബസിൽ എഫിഷ്യൻസീസ് ഓഫ് ഐ സി എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഡെഫിനിഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. സിലബസിൽ ഡെഫിനിഷൻസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഫിഷ്യൻസീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് പാരാമീറ്റേഴ്സ് ആദ്യം ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ, അതേപോലെ ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ, ഈ കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യം അത് നോക്കാം. Indicated power IP. The heat energy liberated by the combustion of fuel in the engine cylinder cannot be totally utilized for driving the piston, as there are losses through the engine exhaust to the coolant and due to radiation. ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നടക്കുന്ന എനർജി കൺവേർഷൻ നിങ്ങൾക്കറിയാം. ഓക്കെ, അവിടെ ഇനീഷ്യൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജി, ഓക്കെ, അതിനെ തെർമൽ എനർജിയായി കൺവേർട്ട് ചെയ്യും. ഫ്യൂവലിനെ ബേൺ ചെയ്തിട്ട് ഫ്യൂവലിലെ കെമിക്കൽ എനർജി തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ബേണിങ് നടക്കുന്നത് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്താണ്. ഓക്കെ, എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് കമ്പസ്റ്റൻ ചേമ്പർ ഫോം ചെയ്യും. അവിടെയാണ് ബേണിങ് നടക്കുന്നത്. ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജീനെ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ ഹീറ്റ് എനർജീനെയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ റോട്ടറി ഫോമിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നടക്കുന്ന എനർജി കൺവേർഷൻ. ഈ എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് ഇവിടെ ബേൺ ചെയ്യുന്നു. ഓക്കെ, ഫ്യൂവലിനെ ബേൺ ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പിസ്റ്റണെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഇൻ ദ എൻജിൻ സിലിണ്ടർ കനോട്ട് ബി ടോട്ടലി യൂട്ടിലൈസ്ഡ് ഫോർ ഡ്രൈവിംഗ് ദ പിസ്റ്റൺ. മീൻസ് അവിടെ ബേൺ ചെയ്ത് ലിബറേറ്റ് ചെയ്യുന്ന ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് നമുക്ക് പിസ്റ്റണെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടൂല. ഓക്കെ, ആ ഹീറ്റിൻ്റെ ഒരു പോർഷൻ അങ്ങോട്ട് പോകുന്നുണ്ട് എക്സോസ്റ്റ് ഗ്യാസ് ഹൈ ടെമ്പറേച്ചറിലാണ് പോകുന്നത്. അതിൻ്റെ ഹീറ്റിൻ്റെ ഒരു പോർഷൻ എക്സോസ്റ്റ് ഗ്യാസ് വഴി പോകുന്നുണ്ട്. പിന്നെ കൂളൻറ്റിലോട്ട്. ഓക്കെ, എഞ്ചിനെ സറൗണ്ട് ചെയ്യുന്നുണ്ടാവും, കൂളിംഗ് ജാക്കറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിൻസ് വഴി സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നുണ്ട് ബൈ റേഡിയേഷൻ. എഞ്ചിന്ന് സറൗണ്ടിങ്ങിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, മീൻസ് ഇവിടെ ആ ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന കംപ്ലീറ്റ് ഹീറ്റ് ഓക്കെ നമുക്ക് എന്തായിട്ട് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ എന്താണ്? ദ ടോട്ടൽ പവർ ഡെവലപ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഇൻ ദ എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ് ഇൻഡിക്കേറ്റഡ് പവർ. ഇവിടെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവർ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് ഓക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവറിനാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ ഈസ് യൂട്ടിലൈസ്ഡ് ടു ഡ്രൈവ് ദ പിസ്റ്റൺ. ആക്ച്വലി എൻജിൻ്റെ അകത്ത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ. അത് പിസ്റ്റണെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ പറയാം ഇൻഡിക്കേറ്റഡ് പവറിനാ. ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ഓൺ ദി പിസ്റ്റൺ. ഓക്കെ, പവർ എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ഓൺ ദ പിസ്റ്റൺ. അതായത് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ബേൺ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ്റെ ഹൈ പ്രഷർ അല്ലെങ്കിൽ ആ ഫോഴ്സാണ് പിസ്റ്റണെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് ഇൻഡിക്കേറ്റഡ് പവർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ അകത്ത് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രിക്ഷൻ പവർ, FP. ദ എൻറ്റയർ പവർ ഡെവലപ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഇൻ ദ എൻജിൻ സിലിണ്ടർ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ എക്സ്റ്റേണൽ യൂസ് സിൻസ് ദർ ആർ സം ലോസസ്. ഇപ്പം ഇൻഡിക്കേറ്റഡ് പവർ പറഞ്ഞു. ഇവിടെ എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ആ സെയിം പവർ എനിക്ക് എവിടെ കിട്ടൂല? ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മുകളിൽ കിട്ടൂല. കാരണം അവിടെ ലോസസ് ഉണ്ട്. ഇൻഡിക്കേറ്റഡ് പവറിന് ആ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ സെയിം പവർ ആയിരിക്കില്ല, അതിനെക്കാട്ടിയും റെഡ്യൂസ്ഡ് പവർ ആയിരിക്കും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും ക്രാങ്ക് ഷാഫ്റ്റിൽ ഫോർ എക്സ്റ്റേണൽ യൂസിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാരണം എന്താ? അവിടെ ലോസസ് ഉണ്ട്.
ആ ലോസസൊക്കെ അക്കൗണ്ട് ചെയ്യുന്നത് ആരാണ്? ഫ്രിക്ഷൻ പവറാണ്. Friction power is the part of indicated power which is used to overcome the frictional effects associated with the engine. Friction power also includes the power required to drive the auxiliaries in the engine. ഫ്രിക്ഷൻ പവർ എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിക്കേറ്റഡ് പവർ, അതാണ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന പവർ, അതിൻ്റെ ഒരു പോർഷൻ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവറിൻ്റെ ഒരു പോർഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും? ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ വെച്ചിട്ട് തന്നെയാണ് എൻജിൻ്റെ ഓക്സിലറീസ്, മീൻസ് നമ്മളെ വാട്ടർ പമ്പ്, അതേപോലെ ലൂബ്രിക്കേറ്റിംഗ് പമ്പ്, ഇതൊക്കെ റൺ ചെയ്യിക്കുന്നത് ഈ സെയിം പവർ യൂസ് ചെയ്തിട്ടാണ്. മീൻസ് ഇവിടെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന ആ പവർ എത്രയാണോ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എക്സ്റ്റേണൽ യൂസിന് കിട്ടൂല. ഓക്കെ, ആ ലോസസ് ഒക്കെ അക്കൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫ്രിക്ഷൻ പവറിലാണ്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The various losses associated with the friction are: first one, direct frictional losses. It is the power absorbed due to relative motion of different bearing surfaces such as piston rings, main bearings, camshaft bearings, etc. ഡയറക്റ്റ് ഫ്രിക്ഷണൽ ലോസസ് എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്? രണ്ട് സർഫസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ വരുന്ന സമയത്താണ് ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അവിടെ വരുന്നത് ഒരു ബോഡി മറ്റൊരു ബോഡിയും തമ്മിൽ, രണ്ട് സർഫസ്, ഒരു സർഫസും മറ്റൊരു സർഫസും തമ്മിൽ റിലേറ്റീവ് മോഷനുള്ള സമയത്ത് അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വരും. ഓക്കെ, ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പവർ വേണം. ഇപ്പം പിസ്റ്റൺ സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഡയറക്റ്റുമായിട്ട് സിലിണ്ടറിൻ്റെ ഇന്നർ സർഫസുമായിട്ട് കോൺടാക്ട് വരുന്ന പിസ്റ്റൺ റിങ്സ് എന്ത് വരുന്നുണ്ട്? റെസിപ്രോക്കേറ്റിംഗ് സമയത്ത് ഫ്രിക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സം പവർ യൂസ് ചെയ്താൽ മാത്രമേ ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്തിട്ട് പിസ്റ്റണ് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ പവർ ഇടുന്ന യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റഡ് പവർ എന്നാണ് അത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബിയറിങ്ങിലെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഡയറക്റ്റ് ഫ്രിക്ഷണൽ ലോസസിൽ വരുന്നതാണ്. അടുത്തത് പമ്പിംഗ് ലോസ്. പമ്പിംഗ് ലോസ് ഇസ് ദി നെറ്റ് പവർ സ്പെൻഡ് ബൈ ദ പിസ്റ്റൺ ഓൺ ഗ്യാസസ് ഡ്യൂറിങ് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. പമ്പിംഗ് ലോസസ് എന്ന് വെച്ചാൽ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്താണ്? നോൺ പ്രൊഡക്റ്റീവ് സ്ട്രോക്സ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് എന്താ പവർ ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ ആ സ്ട്രോക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. ഓക്കെ, ആ പവറും ഇൻഡിക്കേറ്റഡ് പവർ എന്നാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതുകൊണ്ടെന്താ അത് ഒരു ലോസാണ്. തേർഡ് വൺ, പവർ ലോസ് ടു ഡ്രൈവ് ദ ഓക്സിലറീസ്. ഇറ്റ് ഇൻക്ലൂഡ് പവർ സ്പെൻഡ് ടു ഡ്രൈവ് വാട്ടർ പമ്പ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ്, ഫ്യൂവൽ പമ്പ്, കൂളിംഗ് ഫാൻ എക്സെട്ര. അതായത് ലൂബ്രിക്കേറ്റിംഗ് പമ്പ്, അതേപോലെ കൂളൻ വാട്ടർ, ഓക്കെ, കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യേണ്ട യൂസ് ചെയ്യുന്ന പമ്പ്, അതേപോലെ ഫ്യൂവൽ പമ്പ്, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പവർ എന്ന് വെച്ചാൽ എൻജിൻ പവർ തന്നെ, ഇൻഡിക്കേറ്റഡ് പവർ തന്നെയാണ് വലിക്കുന്നത്. ഓക്കെ, the sum of all these losses expressed in units of power is termed as friction power. ഓക്കെ, ഈ എല്ലാ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനുള്ള പവർ, അതേപോലെ ഓക്സിലിയറീസ് റൺ ചെയ്യാനുള്ള പവർ, ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഫ്രിക്ഷൻ പവറിലാണ് വരുന്നത്. അടുത്തത് ബ്രേക്ക് പവർ, BP. ഇറ്റ് ഈസ് ദി നെറ്റ് പവർ അവൈലബിൾ അറ്റ് ദി എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഫോർ എക്സ്റ്റേണൽ യൂസ്. നമ്മളെ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്റ്റേണൽ യൂസിന് കിട്ടുന്നത്. ഓക്കെ, മീൻസ് എക്സ്റ്റേണൽ യൂസ് എന്ന് വെച്ചാൽ ഈ ഒരു ഷാഫ്റ്റ്, ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ചിലപ്പോൾ ഒരു ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ആണെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ സിസ്റ്റമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിന് ആ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നതിന് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ഏതാണ്? ബ്രേക്ക് പവറാണ്. നമ്മളെ എക്സ്റ്റേണൽ യൂസിന് ക്രാങ്ക് ഷാഫ്റ്റ് കിട്ടുന്ന പവറാണ് ബ്രേക്ക് പവർ. ഓക്കെ, ആ ബ്രേക്ക് പവർ എന്തായാലും ലെസ് ദാൻ ഇൻഡിക്കേറ്റഡ് പവർ ആയിരിക്കും. ഓക്കെ, ബൈ ആൻ എമൗണ്ട് FP. നമ്മളെ റിലേഷൻ ബ്രേക്ക് പവറും ഫ്രിക്ഷൻ പവറും ഇൻഡിക്കേറ്റഡ് പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ഫ്രിക്ഷൻ പവർ. ഇൻഡിക്കേറ്റഡ് പവർ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഫ്രിക്ഷൻ പവർ ഇത് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ബ്രേക്ക് പവർ കിട്ടും. അടുത്തത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, ഇപ്പം എക്സാമിന് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ഡിഫൈൻ ചെയ്യണം? ബ്രേക്ക് പവർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയിൽ ആദ്യം ഞാൻ ഇൻഡിക്കേറ്റഡ് പവറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
Indicated thermal efficiency is the ratio of indicated power to the heat supplied to the engine. Okay, indicated thermal efficiency ആരുടെ റേഷ്യോ ആണ്? ഇൻഡിക്കേറ്റഡ് പവർ ബൈ ഹീറ്റ് സപ്ലൈഡ് ടു ദി എൻജിൻ. അവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ, എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ്, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് എന്തായിട്ട് കിട്ടുന്നുള്ളൂ? മെക്കാനിക്കൽ പവറായിട്ട് കിട്ടുന്നുള്ളൂ. മീൻസ് എന്താ? അവിടെ ഒരു കൺവേർഷൻ എഫിഷ്യൻസി വന്നു. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ ആക്ച്വലി ഡെവലപ്ഡ് ഇൻ ദ എൻജിൻ സിലിണ്ടർ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് ഇവിടെ രണ്ടിന് കൺസിസ്റ്റൻ്റ് യൂണിറ്റ് ആയിരിക്കണം, സെയിം യൂണിറ്റിൽ വേണം രണ്ട് ക്വാണ്ടിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വാട്ടിൻ്റെ യൂണിറ്റിലാണ് നോർമലി രണ്ടും വരിക. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ആ ബേസിക് ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂൽ ഇൻറ്റു കാലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂൽ ചെയ്താൽ മതി. ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു കാലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂൽ. ഫ്യൂലിൻ്റെ കാലോറിഫിക് വാല്യൂ എന്തായിരിക്കും? യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റാണ് അതിൻ്റെ കാലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കാലോറിഫിക് വാല്യൂ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂലിനാണ്. അതിനെ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടി ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, ഇതാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ഇൻഡിക്കേറ്റഡ് പവർ ബൈ ഹീറ്റ് സപ്ലൈഡ് ടു ദി എൻജിൻ. ഓക്കെ, അടുത്തത് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. ആദ്യം ബ്രേക്ക് പവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ദി ഹീറ്റ് സപ്ലൈഡ് ടു ദി എൻജിൻ. ഓക്കെ, ബ്രേക്ക് പവർ ബൈ ഹീറ്റ് സപ്ലൈഡ് ടു ദി എൻജിൻ എന്താണ്? ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയാണ്. ഇവിടെ BT ആണ്, വേണ്ട IT അല്ല, BT ആണ്. BTE is equal to brake power by mass flow rate of fuel into calorific value of fuel. അടുത്തത് മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി is defined as the ratio of brake power to indicated power. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബ്രേക്ക് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും റേഷ്യോ ആണ്. ഓക്കെ, അടുത്തത് വോളിയോമെട്രിക് എഫിഷ്യൻസി. Volumetric efficiency is the ratio of actual volume of the charge admitted during suction stroke to the swept volume. Eta VOL is equal to volume of charge admitted during suction stroke divided by swept volume. അതായത് ഇപ്പം ഒരു സെക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് എൻജിൻ്റെ അകത്തോട്ട് ഡ്രോ ചെയ്യുന്ന ചാർജ്, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയമാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സ്വെപ്റ്റ് വോളിയം നമുക്കറിയാം, സ്ട്രോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമാണ് സ്വെപ്റ്റ് വോളിയം. ഓക്കെ, ആക്ച്വൽ വോളിയം ഓഫ് ചാർജ് ഡ്രോൺ ഇൻ ടു ദ എൻജിൻ സിലിണ്ടർ ഡ്യൂറിങ് സെക്ഷൻ സ്ട്രോക്ക് ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയം. അതാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻഡിക്കേറ്റ്സ് ദി ബ്രീത്തിങ് എബിലിറ്റി ഓഫ് ദി എൻജിൻ. ഓക്കെ, വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ എൻജിൻ്റെ ബ്രീത്തിങ് എബിലിറ്റിയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The intake system must be designed in such a way that engine must be able to take in as much as charge as possible. നമുക്ക് ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് പ്രിഫർ ചെയ്യുന്നത്. ബെറ്റർ പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് എഞ്ചിന് വേണ്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഇൻടേക്ക് സിസ്റ്റം അങ്ങനെ ഡിസൈൻ ചെയ്യണം. എഞ്ചിന് മാക്സിമം വോളിയോമെട്രിക് എഫിഷ്യൻസി കിട്ടുന്ന രീതിയിൽ വേണം ഇൻടേക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.